പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലെ ഒരു ഹിഡൻ റൂട്ട് പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ്. ഇവിടുത്തെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി പ്രകൃതി ഭംഗി ആസ്വദിച്ച് സുന്ദരമായൊരു റൂട്ട് കരുനാഗപ്പള്ളിയിലുണ്ട്. ഇത് പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വള്ളിക്കാവ് അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ വരുമ്പോൾ ഇവിടെ ഈ ഒരു ലെഫ്റ്റ് തിരിയുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. കായൽ സൗന്ദര്യവും കായൽ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് ഇളം കാറ്റിങ്ങനെ നമ്മളെ തഴുകിപ്പോയി. ആ രീതിയിൽ ഭയങ്കര രസകരമായിട്ടുള്ളൊരു യാത്രയാണ് ഈ ഒരു റൂട്ടിലെ യാത്ര എന്ന് പറയുന്നത്. നമ്മൾ ഒരുപക്ഷെ ചിലപ്പോൾ ചിന്തിച്ചു പോകും, ഇത് കരുനാഗപ്പള്ളിയുടെ ഉൾഭാഗം നമ്മളിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ സൂര്യൻ്റെ അസ്തമയ സമയവും ഒക്കെ കണ്ട് ഒരു ഈവനിങ് ടൈമിലാണ് അസ്തമ സമയവും ആ ചീനവല വലിക്കുന്ന ആ ഒരു ടൈം അതൊക്കെ കണ്ട് ഇങ്ങനെ ഭംഗി ആസ്വദിച്ച് നമുക്ക് ആ ഒരു നമ്മുടെ ഇവിടെ തന്നെ ഒരു ക്രിസ്ത്യൻ ചർച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ചർച്ചിൻ്റെ ആ ഭാഗത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകുന്ന ചെറിയ വള്ളത്തിൽ ചേട്ടന്മാരൊക്കെ വരുന്നുണ്ട്. ചീനവല ഇങ്ങനെ വലിച്ചു കയറ്റുന്നു. തീരാൻ പോവാം. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ അങ്ങനെ വന്നിട്ട് നമ്മൾ അടുത്ത ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും നേരെ തന്നെ യാത്ര തുടരുക. റായിക്കാട് ഫെറിയിൽ നിന്നും നേരെ തന്നെ യാത്ര തുടരുകയാണ്. നമുക്ക് നോക്കാം ഈ യാത്രയുടെ അവസാനം എത്ര ഭംഗിയായി അവസാനിക്കുമെന്നുള്ളത്. ഓഫ് റോഡിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഓഫ് റോഡിലൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഓഫ് റോഡ് എക്സ്പീരിയൻസിനോടൊപ്പം തന്നെ കാഴ്ചകൾ ഈ ഓഫ് റോഡിൻ്റെ ബുദ്ധിമുട്ട്
ഇതിലെ ആള് നമ്മൾ നടന്നു പോയാൽ നമ്മളെ കാണത്തില്ല. അത്ര കാടായിരുന്നു. കാടാണ് റോഡായത്. ആ കാടാണ് ഈ കാണുന്നത്. ഒരു 6 അടി പൊക്കമുള്ളവർ പോയാൽ കാണാൻ പറ്റും. 6 അടി പൊക്കമുള്ളവർ പോയാൽ പോലും കാണാൻ പറ്റാത്ത അത്ര വലിയ കാടായിരുന്നത്. ആ കാടാണ് ഇന്ന് ഈ പരുവത്തിൽ കാണുന്ന റോഡെങ്കിലും ആയത്. അവിടെ എന്താ ഒരു സംഭവം ഉണ്ടായിരുന്നത്? ഇവിടെ ആള് ഒന്ന് അവിടെ കൊണ്ടുവന്ന് കെട്ടി തൂങ്ങി. ഇന്നതാണോ കൊല്ലാത്തതാണോ അയാൾ കെട്ടി തൂങ്ങിയതാണ്. ആള് കെട്ടി തൂങ്ങി. ആ ആള് നിന്നിട്ട് പോലും കാണാനും അറിയാനും പറ്റാത്ത അവസ്ഥ. കാണായിരുന്നെന്നാ ഞാൻ പറഞ്ഞു. അത്ര വലിയ കാടായിരുന്നു ഇവിടെ ഈ പരുവത്തിൽ കാണുന്നത്. അപ്പൊ നമുക്ക് നാളുകളില് ഈ മേഖല ടൂറിസം ഡെവലപ്പ് ചെയ്ത് നന്നാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പൊ ഈ കാണുന്ന ഇപ്പോഴത്തെ ഓഫ് റോഡ് നല്ലൊരു ഓൺ റോഡ് കണ്ടീഷനിലേക്ക് എത്തട്ടെ. പക്ഷെ എനിക്ക് തോന്നുന്നു വള്ളിക്കാവിൽ നിന്ന് അഴീക്കലോട്ട് പോകാൻ ഇത്രയും എളുപ്പമുള്ളൊരു റോഡ് വേറെ. ബാക്കിയൊക്കെ നമ്മൾ കറങ്ങി പറഞ്ഞു. കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ തല്ലി ഇവിടുത്തെ സാധാരണ ജനങ്ങളുമായി കുറച്ചു നേരമൊക്കെ സംസാരിച്ച് ഇവിടുത്തെ ഈ ഒരു ഇളം കാറ്റിലും ഒക്കെ ആ വൈകുന്നേരത്തെ സൂര്യാസ്തമയവും കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഓഫ് റോഡിൻ്റെ ഡേഞ്ചർ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കുറച്ചുകൂടെ റിസ്കി ഏരിയയിലുള്ള ഓഫ് റോഡിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ ഒരു വള്ളം മുങ്ങിപ്പോയതാ തോന്നില്ലേ? ഓക്കെ അല്ലേ? അതെ, ഇവിടെ ഒരുപാട് വള്ളങ്ങൾ ഇതുപോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരുപാട് ജീവിതങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോയതിൻ്റെ അടയാളപ്പെടുത്തലായിരിക്കാമെന്നാണ്. വീണ്ടും നമുക്ക് ടാർ റോഡ് കിട്ടിയിരിക്കുകയാണ്. ആഘോഷിപ്പിൻ ആർമാദിപ്പിൻ. നമ്മൾ ആ നേരെ കാണുന്നത് അഴീക്കലിലെ നമ്മുടെ പഴയ പാലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ ഹൈവേ പാസ് ചെയ്ത് വരുന്ന പാലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യാത്രയിലെ മറ്റൊരു മനോഹര കാഴ്ചയാണ് നമ്മുടെ ഈ ബോട്ട് പണിതെടുക്കുന്ന ഒരു ആലയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു പണിയാലയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബോട്ട് പണിയുന്ന വർക്ക്ഷോപ്പാണ്. പല രീതിയിലുള്ള പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ബോട്ടിനെ പുതിയതായിട്ട് പണിഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ആ ഒരു വർക്ക്ഷോപ്പും കണ്ട് നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ചെറിയ കുതുവെള്ളവും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അടുത്ത നമ്മളൊരു പാലവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഫുള്ള് മാംഗ്രൂവ് ഫോറസ്റ്റുകളാണ്, കണ്ടൽക്കാടുകളാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രയിൽ എന്തെല്ലാം ഭംഗികളാണ് നമ്മൾ ആസ്വദിക്കുന്നത്. നമ്മുടെ ആ ഒരു പഴയ കടത്തുവെള്ളവും നമ്മുടെ ഈ ഒരു പാലവും അതുപോലെ മാംഗ്രൂവ് ഫോറസ്റ്റുകളും ഒക്കെ കണ്ടുകൊണ്ടുള്ള ഇവിടെ കുട്ടികളൊക്കെ ഇറങ്ങി കുളിച്ച് ആർത്തുല്ലസിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്കിങ്ങനെ കണ്ട് നമുക്കൊരു നാട്ടുമ്പുറത്തിൻ്റെ കാഴ്ചയും കാര്യങ്ങളും ഒക്കെ കണ്ട് അത്ര ഭംഗിയിലുള്ള ഒരു യാത്ര തന്നെയാണ്. എല്ലാ നാട്ടിലും സഞ്ചരിക്കുമ്പോഴും നമ്മളെല്ലാ ഭംഗിയും ആസ്വദിക്കുമ്പോഴും
എല്ലാ നാട്ടിലെയും ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ ഭംഗിയുള്ള കാഴ്ചകളെ അസഹനീയമാക്കുന്ന രീതിയിലുള്ള ഇത്തരം വേസ്റ്റുകളുടെ ഒരു ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പണ്ട് നമ്മൾ ഈ പാലം ഉണ്ടായിരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ നിന്നായിരുന്നു ജങ്കാറിൽ കയറി അക്കരയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളേരിയയിലൂടെയുള്ള യാത്രകൾ കഴിഞ്ഞ് നമ്മൾ നേരെ ഏതാണ്ട് അഴീക്കലെ നമ്മുടെ പ്രധാന പാലത്തിലേക്കുള്ള ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു പാലത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മളതിൻ്റെ ഏത് പൊസിഷനിൽ, നമ്മൾ 1000 തെങ്ങിൻ്റെ ഏത് പൊസിഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു അകത്തൂടെയുള്ള യാത്ര കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ അഴീക്കൽ നമ്മൾ 1000 തെങ്ങ് ഭാഗത്തേക്ക് പോകുന്ന നമ്മുടെ ബീച്ചിലേക്ക് പോകുന്ന പ്രധാന പാലത്തിലേക്ക് തിരിയുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാ പാലങ്ങളിലും ചെയ്യാറുള്ളത് പോലെ കായലിലേക്ക് വേസ്റ്റ് വലിച്ചെറിയാതിരിക്കുവാൻ 2 സൈഡിലും ഗ്രില്ല് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ്. അഴീക്കൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ വലത്തേക്ക് നമ്മുടെ ബീച്ച് സൈഡിലേക്കുള്ള യാത്രയിലേക്ക് കടക്കുകയാണ്. നമ്മളപ്പോൾ ഇതുവരെയുള്ള കായൽ സൗന്ദര്യമാണ് നമ്മൾ ആസ്വദിച്ചതെങ്കിൽ ഇനി നമുക്ക് കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ 1000 തെങ്ങിലെ വലിയഴീക്കൽ പാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭൂമി ഒരു സുന്ദരിയായ വധുവിനെ പോലെയാണ്. അവളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് മനുഷ്യനിർമ്മിത ആഭരണങ്ങളൊന്നും ആവശ്യമില്ല എന്ന് കവികൾ എഴുതിയ വരികൾക്ക് ജീവനേകുന്ന രീതിയിലുള്ള യാത്രാനുഭവങ്ങളും കാഴ്ചകളുമാണ് നമുക്ക് ഈ യാത്രയിലും ലഭ്യമായിരിക്കുന്നത്. ഈ പ്രകൃതി മനോഹരമായ ഇടർ റൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സ്റ്റേ ട്യൂൺഡ്.